അമേരിക്ക എന്ന വൻ ശക്തിയുടെ പ്രതാപം പതിയെ മങ്ങിത്തുടങ്ങുന്ന ഒരു കാഴ്ചയിലേക്കാണ് നിലവിലിപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അമേരിക്കയുടെ സാമ്പത്തിക, സാങ്കേതിക, രാഷ്ട്രീയ സുരക്ഷാ മേഖലകളെല്ലാം ഇവയിൽ ഉൾപ്പെടുന്നുമുണ്ട്. സമീപ വർഷങ്ങളിൽ ലോകമെമ്പാടും ശരിക്കും കാണുന്നത് ഇവയെല്ലാം തകരുന്നൊരു കാഴ്ചയാണ്. അമേരിക്ക യഥാർത്ഥത്തിൽ പതിയെ അധപ്പതിക്കുകയാണ്. അളവിലും ഗുണനിലവാരത്തിലും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്പദ് വ്യവസ്ഥയാണ് അമേരിക്കയുടേത്. 2001 അമേരിക്ക, ജപ്പാൻ, ചൈന എന്നിവരുടെ GDP യഥാക്രമം 10.58 ട്രില്യൺ, 4.37 ട്രില്യൺ, $1.34 ട്രില്യൺ എന്നിങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പവർ എഞ്ചിനായിട്ടായിരുന്നു അന്ന് അമേരിക്ക പ്രധാനമായിട്ടും കണക്കാക്കപ്പെട്ടിരുന്നത്. പക്ഷെ കഴിഞ്ഞ 2 ദശകങ്ങളിലായി കാര്യങ്ങൾ ആകെ മാറിമറിഞ്ഞു. സ്ഥിതിവിവര കണക്കുകൾ അനുസരിച്ച് 2024 ഏകദേശം $29.2 ട്രില്യൺ ആയിരുന്നു അമേരിക്കയുടെ GDP ചൈനയുടേതിനേക്കാൾ കുറവായിരുന്നുവെന്നും ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. വരും വർഷങ്ങളിൽ അമേരിക്ക ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായി തുടരാം. എന്നാൽ സമീപ വർഷങ്ങളിൽ അമേരിക്കയെ അപേക്ഷിച്ച് ആഗോള സാമ്പത്തിക വളർച്ചയുടെ 30% സംഭാവന ചെയ്തത് ചൈനയുടെ സമ്പദ് വ്യവസ്ഥയായിരുന്നു. പക്ഷേ തുടർച്ചയായി 8 വർഷമായി ചൈന ലോകരാജ്യങ്ങൾക്ക് ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി തുടരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വർഷങ്ങളായി ഉയർന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും യഥാർത്ഥത്തിലുള്ള കുത്തകയായിരുന്നു. പക്ഷേ സമീപ വർഷങ്ങളിൽ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ടെലികമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ, സോളാർ പാനലുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, മറ്റ് നിരവധി ന്യൂനത ഉൽപ്പന്നങ്ങൾ തുടങ്ങി സാങ്കേതിക വിദ്യകൾ ആവശ്യമുള്ള മേഖലകളിൽ ആഗോള വിപണിയുടെ ഒരു പ്രധാന ഭാഗം കൈയടക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് കാര്യങ്ങളാകെ മാറിമറിഞ്ഞു. കൂടാതെ പരസ്പര താരിഫുകൾ ഏർപ്പെടുത്താനുള്ള ട്രംപിന്റെ സമീപകാല തീരുമാനം അമേരിക്കയെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ ഒറ്റപ്പെടുത്തുന്ന ആശങ്കകൾക്കുമാണ് കൂടുതലും ഉയർത്തുന്നത്. അമേരിക്കൻ സാമ്പത്തിക ശക്തിയുടെ തകർച്ച ഒരു ബഹുമുഖ പ്രശ്നമാണ് ലോകത്തിന് മുന്നിൽ. ഈ പ്രവണതയ്ക്ക് വിവിധ ഘടകങ്ങൾ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഉൽപാദന അടിത്തറയുടെ നഷ്ടം, പരസ്പര വിരുദ്ധമല്ലാത്ത വ്യാപാര ബന്ധങ്ങൾ, മറ്റ് രാജ്യങ്ങളിലെ സാങ്കേതിക പുരോഗതി എന്നിവയെല്ലാം അമേരിക്കൻ ആധിപത്യത്തെ ഇല്ലാതാക്കുന്നതിൽ വഹിച്ച പങ്ക് വളരെ വലുതാണ്. കൂടാതെ ഈ നയം അമേരിക്കൻ വ്യവസായങ്ങളെ പുനർജീവിപ്പിക്കാൻ സഹായിക്കുന്നില്ലെന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട്. അതിന് പകരം അത് അമേരിക്കൻ സാമ്പത്തിക സ്വാധീനത്തിന്റെ തകർച്ചയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യും. മാത്രമല്ല ആഗോള സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള അമേരിക്കയുടെ സംഭാവന കൂടുതൽ ചുരുങ്ങുകയും ചെയ്യും. ഒരു സാമ്പത്തിക ശക്തി എന്ന നിലയിലുള്ള അതിൻ്റെ പദവി പ്രവചനാതീതമായി ദുർബലമാകുമെന്നതും ഉറപ്പാണ്. ചുരുക്കം പറഞ്ഞാൽ ആഗോള സാമ്പത്തിക രംഗം അവിശ്വസനീയമായ രീതിയിൽ യഥാർത്ഥത്തിൽ മാറുകയാണ്. അളവിലും ഗുണനിലവാരത്തിലും അമേരിക്കയ്ക്ക് അതിൻ്റെ മുൻതൂക്കം നഷ്ടപ്പെടുകയാണെന്ന യാഥാർത്ഥ്യം ഇതിൽ നിന്നും മനസ്സിലാക്കാം. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും വലിയ പവർ എഞ്ചിനാണെന്ന അമേരിക്കയുടെ ധാരണ പതിയെ മങ്ങുകയാണിപ്പോൾ. സാങ്കേതിക മേഖലയുടെ കാര്യത്തിലും ഈ അവസ്ഥ തന്നെയാണ്. അമേരിക്കയ്ക്ക് സമീപ വർഷങ്ങളായി ആശയവിനിമയ, സാങ്കേതികവിദ്യ ഉൾപ്പെടെയുള്ള മേഖലകളിലുള്ള അവരുടെ ഉയർച്ച നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. 2009 ചൈനയുടെ ഹുവാവോ 5ാം തലമുറ സാങ്കേതിക ഗവേഷണം ആരംഭിച്ചിരുന്നു. ആശയവിനിമയം, സോളാർ പാനലുകൾ, UAVകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, സ്റ്റെൽത്ത് വിമാനങ്ങൾ എന്നിവയിൽ ന്യൂനതാശയങ്ങൾ കുത്തകയാക്കാൻ കഴിയില്ലെന്ന് ഇതേ തുടർന്ന് അമേരിക്കയ്ക്ക് വ്യക്തമായി. 2 വർഷങ്ങൾക്ക് മുമ്പ് ന്യൂനത ചിപ്പുകളുടെ ഉറവിടം നിയന്ത്രിക്കുന്നിടത്തോളം കാലം AI സാങ്കേതിക വിദ്യയിലും വ്യവസായത്തിലും ചൈനയെ മറികടക്കാൻ കഴിയുമെന്ന് അമേരിക്കക്കാർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ 2025 തുടക്കത്തിൽ ഡീപ് സീക്കിന്റെ വരവോടെ അവിടെയും അമേരിക്കയുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ചൈന ചിപ്പ് സാങ്കേതിക വിദ്യയിൽ വളരെയധികം പുരോഗമിക്കുന്നുമുണ്ട്. എന്നാൽ ന്യൂനത ചിപ്പുകൾ ഇല്ലാതെ പോലും ചില മേഖലകളിൽ ചൈന ഇതിനോടകം അമേരിക്കയെ മറികടന്നു എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. അതിനാൽ തന്നെ കെട്ടിപ്പടുത്തു വെച്ചിരിക്കുന്ന സാങ്കേതിക മേഖലകളിലും അമേരിക്കയുടെ കുത്തക പതിയെ തകരുകയാണ്. അമേരിക്കൻ സാങ്കേതിക വിദ്യകളില്ലാത്ത ലോകത്തിന് അതിജീവിക്കാനും അതിനേക്കാൾ നന്നായി വികസിക്കാനും കഴിയുമെന്ന ധാരണ അമേരിക്കയിൽ തന്നെ ഇപ്പോൾ രൂപപ്പെട്ടു കഴിഞ്ഞു. പാശ്ചാത്യ രാഷ്ട്രീയ ലിബറലിസത്തിന്റെ മാതൃകയിൽ ലോകമെമ്പാടും വ്യാപിപ്പിക്കാൻ ശ്രമിച്ച അമേരിക്കയുടെ രാഷ്ട്രീയ ബുദ്ധിയും ലോകത്തിന് മുന്നിൽ ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് അമേരിക്കയിൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉയർന്നു വന്ന രാഷ്ട്രീയ കോളിളക്കങ്ങൾ. കൂടാതെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട 3 മാസം മാത്രമായിരിക്കെ അമേരിക്കയിൽ ട്രംപിനെതിരെ തെരുവിലിറങ്ങിയ ജനങ്ങളും പാലസ്തീൻ വിഷയത്തിൽ ട്രംപ് എടുത്ത നിലപാടും സഖ്യകക്ഷികളെ മുഴുവൻ തഴഞ്ഞ റഷ്യ-യുക്രൈൻ വിഷയത്തിലെടുത്ത നിലപാടുകളുമെല്ലാം അമേരിക്കയുടെ രാഷ്ട്രീയ നിലനിൽപ്പിനെ തന്നെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അവയ്ക്ക് പുറമെ സുരക്ഷാ മേഖലയിലും അമേരിക്ക എന്ന രാജ്യത്തിന്റെ മുഖം തകർന്നു. അമേരിക്കയെ വിശ്വസിച്ചിരുന്ന പല രാജ്യങ്ങളും കബളിപ്പിക്കപ്പെട്ടു എന്നത് ലോകം സാക്ഷ്യം വഹിച്ചു. അമേരിക്കൻ സുരക്ഷാ കരങ്ങൾ നീട്ടുമെന്ന അന്ധമായ വിശ്വാസം പല പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നു. അമേരിക്ക
അമേരിക്കയുടെ അങ്ങേയറ്റം പക്ഷപാതപരമായ സമീപനം പല രാജ്യങ്ങളുമായുള്ള ബന്ധം വഷളാക്കുവാനും ഇടവരുത്തിയിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി പറയാൻ കഴിയുന്നത് യുക്രൈനിൽ ട്രംപ് എടുത്ത നിലപാട് തന്നെയായിരുന്നു. ബൈഡൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നൽകിയിരുന്ന സുരക്ഷാ ഗ്യാരണ്ടികൾ പിൻവലിച്ചുകൊണ്ടാണ് ട്രംപ് അത് തെളിയിച്ചിരുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അമേരിക്ക എന്ന ചീട്ടുകൊട്ടാരം മറ്റു ശക്തികൾ ആഞ്ഞടിച്ചു തുടങ്ങിയപ്പോൾ പതിയെ തകരാൻ പോവുകയാണ്. പണ്ടൊക്കെ ഒളിഞ്ഞും മറഞ്ഞും ചെയ്തിരുന്ന അമേരിക്കയുടെ തന്ത്രങ്ങളെല്ലാം ഇന്ന് മറ നീക്കി പുറത്തു വന്നു. രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും സാങ്കേതികപരമായും എല്ലാം ഒറ്റയടിക്ക് തളർച്ച നേരിട്ട് തുടങ്ങുന്നത് അമേരിക്ക എന്ന വൻ രാജ്യത്തിന്റെ നാശത്തിലേക്കാണോ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്നത് അവശേഷിക്കുന്ന ഒരു ചോദ്യമാണ്. അങ്ങനെ സംഭവിച്ചാൽ അതിന് കാരണവും അമേരിക്ക തന്നെയായിരിക്കും.